ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞാൻ എന്താ അടിപൊളി 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 ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം പാത്രം അങ്ങ് അടപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോ നമ്മള് സവാള ചേർത്തു. സവാള നല്ല പോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾക്ക് വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കണം, പൊടികളൊക്കെ ചേർക്കണം. അങ്ങനെ ഈത്ത അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വേറെ ചോറോ ഒന്നും വേണ്ട. നമുക്ക് ഇതും ഒരു കട്ടൻ ചായയും ഒക്കെ കഴിക്കാം. ഒരു കുറച്ച് പിക്കിള്, പിന്നെ അതേപോലെ സാലഡ്, പിന്നെ കുറച്ച് ചമ്മന്തി, അങ്ങനെയൊക്കെ ആയിട്ട് ഈ കറി സൂപ്പറാണ് മക്കളെ. അപ്പൊ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പിന്നാലെ പറയാട്ടോ. ഇപ്പോഴൊന്നും പറയില്ല, ഒരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ നിക്കട്ടെ അവിടെ. അപ്പൊ ഇങ്ങനെ സവാള ഇങ്ങനെ വഴറ്റി 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 വരുമ്പോൾ എന്ത് വേണം? സവാള വഴറ്റി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ വഴഞ്ഞു വരണേ. കുറച്ച് സമയം എടുത്ത് തന്നെ വഴറ്റണം. ഞാനത് പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് പറയണം. അതായത് നമ്മൾ പെട്ടെന്ന് ആക്കി എടുക്കണം എന്ന് വിചാരിക്കരുത്. തീയൊക്കെ കുറച്ച് വെച്ച് നല്ല പോലെ സമയം എടുത്തിട്ട് വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട്. അധിക സമയമൊന്നും എടുക്കില്ല, പക്ഷെ സവാള വഴറ്റുന്നതിൽ കുറച്ച് സമയം എടുക്കും. അത് നല്ല പോലെ വഴഞ്ഞു വരാൻ കുറച്ചുകൂടി നൈസായിട്ട് അരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് വഴഞ്ഞു വരും കേട്ടോ. വേണമെങ്കിൽ ഈ സവാള ഇങ്ങനെ നീളനെ നുറുക്കണോ അല്ലെങ്കിൽ കുനുകുനാ നുറുക്കണോ എന്നൊന്നുമില്ല. നമുക്ക് സവാള നീളനെ നുറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതായത് നുറുക്കിയിട്ടാണ് ചേർത്തതെന്ന് പറയുന്നത്, പേസ്റ്റ് ആക്കിയിട്ടൊന്നല്ല ചേർത്തിരിക്കണത്. നാടൻ കറി ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ അങ്ങ് ചേർത്തു. അപ്പോ അത് അറിയാലോ, അത് നന്നായിട്ട് വഴഞ്ഞു വരണം. ഇനി ഞാൻ സവാള എത്ര എണ്ണ ചേർത്തേന്ന് പറഞ്ഞാൽ അതൊക്കെ എന്റെ ഓരോ ഇഷ്ടത്തിനാണ് കേട്ടോ. എനിക്ക് 1/2 കിലോ ചിക്കനാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞുപോയി, 1/2 കിലോ ചിക്കനാണ്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തു. അതേപോലെ ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി എടുത്തു. ഒരു 4 പച്ചമുളക് എടുത്തു. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പൊ അങ്ങനെ കറികൾ അങ്ങോട്ട് വരട്ടെ. അപ്പൊ ഈ വഴഞ്ഞു വരണം എന്ന് പറയാൻ കാരണം കുറച്ച് മധുരമൊക്കെ ഇറങ്ങും. നന്നായിട്ട് വഴഞ്ഞില്ലെങ്കിൽ പിന്നെ സവാള ഇതിന്റെ കൂടെ കടിക്കുമ്പോൾ ഒരു സ്വാദും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ പച്ചക്ക് കടിക്കണം, അല്ലെങ്കിൽ നല്ല പോലെ വെന്തുടയും വേണം. സാധാരണ ഒത്തിരി പാതി വേവിൽ വെച്ചിട്ട് സവാള കടിക്കുമ്പോൾ നമുക്ക് സ്വാദ് തോന്നില്ല, കറിക്ക് സ്വാദ് തോന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സവാള നല്ലപോലെ വഴഞ്ഞു വരണം. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വൈകി ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. ഒരു ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗസ്റ്റ് ഒക്കെ വന്ന് സംസാരിച്ചിരുന്ന് അവര് പോയതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അവര് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനൊരു 5-6 പച്ചമുളക് അങ്ങ് ചേർത്തിട്ടുണ്ട്. എനിക്ക് എരിവ് ഇഷ്ടമാണ്, എനിക്കും ഹസ്ബൻഡിനും എരിവ് നല്ല ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് കേട്ടോ. പിന്നെ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ഗരം മസാല പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അതും ഒരു ലാസ്റ്റ് മാത്രം ഗരം മസാല നമ്മൾ തൂവി കൊടുക്കുകയുള്ളൂ. അപ്പോ എന്നിട്ട് ഈ പച്ചമുളകിന്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം, അതായത് നമ്മളൊക്കെ ആദ്യം പൊടികൾ ഇങ്ങനെ ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അതിനുശേഷം മല്ലിപ്പൊടി റെഡിയായി. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 2 സ്പൂൺ തന്നെ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം പറഞ്ഞല്ലോ, എനിക്ക് എരിവ് ഇഷ്ടമാണ്. അപ്പൊ എരിവുണ്ടെങ്കിൽ ഈ കറിക്ക് കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതുകൊണ്ടാണ്
ഇങ്ങനെ കുറച്ചും കൂടി എരിവ് നന്നായിട്ട് ചേർത്ത്, പിന്നെ ഞാൻ ഉപ്പുപൊടി അങ്ങ് വെതറി കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ വെതറി കൊടുത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് വഴറ്റണം. അപ്പൊ അതായത് തീ കുറച്ച് വെക്കണം, കാരണം വെള്ളം ഒഴിക്കുന്നില്ല. ഇപ്പോ നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് ഇപ്പൊ ഇത് വരട്ടിയെടുക്കുന്നത്, അതേപോലെ വറുത്തെടുക്കുന്നത്. മുളക് പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് എടുക്കണം. അപ്പൊ അതുകൊണ്ട് തീ നല്ല പോലെ കുറച്ചിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ഈ കറിയുടെ സ്വാദേ പോകും മക്കളെ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനതാ നന്നായിട്ട് വഴണ്ട് വരണം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പച്ചമണം മാറി മാറി വരണം. അപ്പൊ അറിയാലോ, കുറച്ച് തീയൊക്കെ കുറച്ച് വയ്ക്കുമ്പോ ഈ പാത്രത്തിലാവുമ്പോ കുറച്ച് അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നമുക്കത് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് നല്ലപോലെ വഴണ്ടി കിട്ടാനായിട്ട് ഒത്തിരി താമസമൊക്കെ ഉണ്ടാവും. എങ്കിലും കുഴപ്പമില്ല, സമയം എടുത്ത് തന്നെ ഈ കറി ഉണ്ടാക്കണം. അങ്ങനെ ഇത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള വെള്ളം, നല്ല ചുടുചൂടാ വെള്ളം, അതായത് കൈ വിട്ട് കഴിഞ്ഞാൽ പൊള്ളി പോകുന്ന പോലെയുള്ള വെള്ളം, അതുപോലത്തെ വെള്ളമാണ് ആവശ്യം കേട്ടോ. അല്ലാതെ കുറച്ചുകൂടി തണുത്തിട്ടുള്ള അങ്ങനത്തെ വെള്ളമൊന്നുമല്ല, നമുക്ക് ആ വെള്ളമാണ് ആവശ്യം. ഇപ്പൊ ഇനി നമുക്ക് കുറച്ച് ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണം. എന്നിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ചിക്കനില് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഞെക്കി പിടിച്ച് അങ്ങനെ മസാജ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ടാവും. ചിക്കൻ അങ്ങനെ മസാജ് ചെയ്ത് വെച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് മസാജൊക്കെ കൊടുത്തിട്ട് 2 മണിക്കൂറോളം ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അതിനെ. അതാണ് ഞാൻ അതിനെ വെച്ചിരിക്കുന്നത്. മസാജ് എന്ന് ഞാൻ പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കരുത്. അത് കഴിഞ്ഞതാ അതിലേക്ക് നല്ല ചുടാ വെള്ളം അങ്ങനെ ഒഴിക്കും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങ് വേവിച്ചെടുക്കാം. കണ്ടോ, ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞല്ലോ, പാതി വേവായി. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് വെന്തുണ്ട്. കുറച്ചു നേരം നമ്മൾ അതിങ്ങനെ നന്നായിട്ട് അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് കേട്ടോ, അത് കുറച്ചു നേരം ഇരുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്തു. അത് കഴിഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ, അതിന്റെ കൂടെ നമ്മൾ ചക്കയും കൂടി ചേർത്തു. നമ്മുടെ ചക്ക, നമ്മുടെ വീട്ടിലുണ്ടായ വെള്ളം ഇങ്ങനെ ഒഴുകാൻ്റെ വയല് വെള്ളം, നമ്മുടെ വീട്ടിലുണ്ടായ ചക്ക, അടിപൊളി ചക്ക. ആ ചക്ക അങ്ങ് കുന വനാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, തലങ്ങും വിലങ്ങും വെട്ടിയിട്ടിട്ട് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു പാത്രം നിറച്ച് ചക്ക അങ്ങിട്ട് ഞാൻ ആ ചക്ക ഇട്ട് അങ്ങനെ തന്നെ, വലിയ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല, ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, വെള്ളം പോലും ഇപ്പൊ ചേർക്കുന്നില്ല. അങ്ങനെ അത് അടച്ചു വെക്കും. ആ ചിക്കന്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവണം. അതുകൊണ്ടാണ് വേറെ വെള്ളം ഒഴിക്കാത്തത്. ഇനി ഇതങ്ങ് കുഴച്ചെടുത്ത് പരിവാക്കി വരുമ്പോ എന്റെ പൊന്നു മക്കളെ, ഇതാണ് ചക്ക ചിക്കൻ. സൂപ്പറാണ് മക്കളെ, ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് നല്ല ടേസ്റ്റ് ആണ്, സൂപ്പറാണ്, അടിപൊളിയാണ്, പൊളിയാണ് മക്കളെ. ഇത് നിങ്ങളിത് കഴിച്ചു നോക്കണേ. പപ്പടവും അച്ചാറും പിന്നെ ചമ്മന്തിയും സാലഡൊക്കെ കൂട്ടി കണ്ട് ഒരു പിടി